നന്നാവണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? അപ്പൊ കപിലയോപാഖ്യാനത്തിൽ കപില ഭഗവാൻ അമ്മയോട് പറയുന്നുണ്ട്, അതായത് ജീവിതം വളരെ ശ്രദ്ധിക്കണം. 3 വാക്കുകൾ ഇന്നലെ നമ്മൾ പഠിച്ചു. എന്തിനാ നമ്മൾ ഭൂമിയിൽ വന്നത്? എന്താണ് നമ്മുടെ കർത്തവ്യം? ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ശബ്ദങ്ങൾ മറക്കരുത്. എന്തൊക്കെയായിരുന്നു 3 ബ്രഹ്മപ്രാപ്തി, ധർമാനുഷ്ഠാനം, ലോകസംഗ്രഹം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഫ്രെയിം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിഷൻ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ മോട്ടോ. ഇതിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിതം കൊണ്ടുപോകാൻ. ഇപ്പം ഒരു രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനമാണ് അതിന്റെ പ്രിയാമ്പിൾ എന്ന് പറയും. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ രാജ്യം എന്താണ്, ഇതൊരു ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റിക്, പിന്നെ സെക്യുലർ എന്നുള്ള വാക്ക് പിന്നീട് ആഡ് ചെയ്ത ഒരു വാക്ക്, അങ്ങനെയുള്ള കൺട്രിയാണ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ കൾച്ചർ, ആ വാല്യൂ നിലനിർത്താനാണ് ബാക്കി ആർട്ടിക്കിളെല്ലാം എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫ്രീഡം ഓഫ് റൈറ്റും, ഫ്രീഡം ഓഫ് സ്പീച്ചും, ഫ്രീഡം ഓഫ് പ്രാക്ടീസും, ഫ്രീഡം ഓഫ് എല്ലാം, മനുഷ്യന്റെ എന്തൊക്കെ ഫ്രീഡം ഉണ്ടോ അതെല്ലാം ഈ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ആ മോട്ടോ അത് സാക്ഷാത്കരിക്കാനാണ്. എന്നതുപോലെയാണ് മനുഷ്യ ജീവിതത്തിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ മോട്ടോ ആണ്, പ്രിയാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ഈ 3. ഏതൊക്കെ? ബ്രഹ്മപ്രാപ്തി, ധർമാനുഷ്ഠാനം, ലോകസ്. ഈ മോട്ടോ വെച്ചുകൊണ്ടാണ് ബാക്കിയെല്ലാം, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ ഹോമിലി ലൈഫ്, നിങ്ങളുടെ ഏത് കാര്യങ്ങളും, നിങ്ങളുടെ ബിസിനസ് എല്ലാം ഈ ഒരു വിഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഷാറ്റേർഡ് അല്ല, നിങ്ങളുടെ ജീവിതം സ്കാറ്റേർഡ് അല്ല, നിങ്ങളുടെ ജീവിതം എന്താണ്? വളരെ ഫോർവേഡാണ്, മുന്നോട്ടാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും തളരില്ല. കാരണം അവർക്ക് വിഷൻ ക്ലിയർ ആണ്. ബ്രഹ്മപ്രാപ്തി, അതിന് ഞാൻ ധർമാനുഷ്ഠാനം നിരന്തരം അനുഷ്ഠിക്കണം. ഈ ക്ലാരിറ്റി, ഈ വ്യക്തത ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് ഇല്ലാതെ പോയതാണ് നമ്മുടെ അധപ്പതനത്തിന് മുഴുവൻ കാരണം. അപ്പൊ നമ്മളിപ്പോ എന്താ വിചാരിച്ചിരിക്കുന്ന വെച്ചാൽ, ഒരു കുട്ടി ഒരു ഒഴുകുന്ന തോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ വെള്ളം കയ്യിൽ തന്നെ നിൽക്കണം എന്ന് പറയുന്നത് പോലെയാണ്. മനസ്സിലായി? അല്ലെങ്കിൽ സർഫോ അല്ലെങ്കിൽ സോപ്പോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴാണ് ഈ കുട്ടികൾക്ക് ഈ ബബിൾസ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഊതിയിട്ട് ഉണ്ടോ, വലിയ വലിയ കുമിളകൾ ഇല്ലേ? അപ്പൊ അത് കയ്യിൽ തന്നെ പിടിച്ച് പൊട്ടാതെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയെ പോലെയാണ് നമ്മൾ ലൗകിക ജീവിതം കൊണ്ടു നടക്കുന്നത്. ഒരു ബലൂൺ കുട്ടി അമ്പലത്തിൽ നിന്ന് ഉത്സവത്തിന് വാങ്ങിച്ച ബലൂൺ വീട്ടിലെത്തുമോ? സംശയ. പക്ഷെ കുട്ടിക്ക് അത് ആജീവനാന്തം തൻ്റെ കയ്യിൽ ഉണ്ടാവണമെന്നാണ്. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഈ ലൗകികമൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് നമ്മളാരും അറിയുന്നില്ല. കാരണം 3 പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. 3 പ്രശ്നങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. എന്താണത്? ഒന്ന് കാലം. ഇപ്പൊ പ്രകൃതി കണ്ടില്ലേ? ആർക്കെങ്കിലും എല്ലാം പിടിച്ചു വെക്കാൻ പറ്റുന്നുള്ള വിചാരമുള്ളവർക്കാണ് പ്രകൃതി. മനസ്സിലാവുണ്ടോ? പ്രകൃതി ഇപ്പം നമ്മൾക്ക് പറയുന്നത് നമ്മുടെ മഴയുടെ തോത് എത്രയാണ്? 600 എത്രയോ മീറ്ററാണ് അത്ര, അല്ലെങ്കിൽ എത്രയോ അതിന്റെ സെന്റിമീറ്റർ, എന്തോ ഒരു കണക്ക് പറഞ്ഞു. അതൊരു 6000-ഓളമൊക്കെ വരും എന്നാ പറയുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ. അപ്പൊ ഇതൊന്നും അല്ല എന്നാ പറഞ്ഞത്. ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ്. അപ്പൊ മുന്നോട്ട് പോകും തോറും ഇതിന്റെയൊക്കെ ഗുരുതരാവസ്ഥ കൂടാനാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, എവിടേക്കാ മനുഷ്യ ജീവിതം? അപ്പം കാലം നമ്മളെ വേട്ടയാടുന്നുണ്ട്, ഉണ്ടോ? ഇതുപോലെ കർമ്മം വേട്ടയാടുന്നത്. എന്താണ്? കർമ്മങ്ങൾ നമ്മളെ വേട്ടയാടുന്നത്. ഇതുപോലെ മറ്റൊന്നാണ് നമ്മൾ അറിയാത്തതായ ഒരു ജീവിതത്തിന്റെ ഒരു സത്യം. അത് സമൂഹത്തിന്റെ മൊത്തം, സാമൂഹികമായ മൊത്തം ഒരു
എന്താ അതിന് പറയാ, സംസ്കാരം, സമൂഹത്തിന്റെ സംസ്കാരം, അതും നമ്മളെ വേട്ടയാടുന്നത്. അതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ നേരിടുന്ന കർമ്മഫലങ്ങളെ, നമ്മൾ നേരിടുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കുകയും വേണം. നമ്മുടെ കൂടെയുള്ളവരെ കൈപിടിച്ചുയർത്തി സംസ്കാരം നിലനിർത്തുകയും വേണം. ആണോ? അപ്പൊ ഇതിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ മിണ്ടാതിരുന്നാൽ കുട്ടികൾ ഇപ്പോഴേ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വഴിതെറ്റുന്നു പറഞ്ഞ തെറ്റായ അർത്ഥത്തിലല്ല, അവർക്ക് ഈ സംസ്കാരത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരും. കാരണം നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല. വെറും ക്ഷേത്രത്തിൽ പോയി തൊഴുത് പോകുന്ന ഒരു സംസ്കാരമല്ലാതെ ഒരു അനുഷ്ഠാന സംസ്കാരം നമ്മളിൽ, കുട്ടികളില്ല, നമ്മളിലില്ല. കുറച്ചു പേർക്കൊക്കെ ഉണ്ടില്ല എന്നല്ല. അതുകൊണ്ട് ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ മറക്കരുത്. ഏതൊക്കെയാണ്? ഇതാണ് നിങ്ങളുടെ ജീവിതം, ഇതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഏതൊക്കെയാണ്? മരിച്ചാലും മറക്കരുത്. മരിച്ചിട്ട് വെള്ളം തരില്ലേ ലാസ്റ്റ്? മരിച്ച ബോഡിയിൽ ലാസ്റ്റ് വെള്ളം കൊടുക്കില്ലേ? അപ്പോഴും പറയണം ബ്രഹ്മപ്രാപ്തി. പറയണം. എന്താ പറയേണ്ടത്? ബ്രഹ്മപ്രാപ്തി, ധർമാനുഷ്ഠാനം, ലോകസംഗ്രഹം. ഇതാണ് എൻ്റെ ജീവിതം. പറയോ നിങ്ങൾ? മരിച്ചിട്ട് പോട്ടെ, ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും പറയോ? ഉറപ്പുണ്ടാകും. രാവിലെ എണീറ്റ് എന്നാരെങ്കിലും പറഞ്ഞോ? രാവിലെ എണീറ്റ ഉടനെ ആരെങ്കിലും തന്നോട് താൻ പറഞ്ഞോ? തന്നെ ഓർമ്മിപ്പിച്ചോ? എത്ര പേര് പറഞ്ഞു? എന്ത് പറഞ്ഞു? നന്നായി. കുറച്ചു പേരെങ്കിലും നന്നാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ പരിശ്രമം ചെയ്ത് മുന്നോട്ട് ജീവിതത്തെ നയിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലൗകിക ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പലരെയും അലട്ടുന്നതിന് കാരണം, പലരും കുടുംബജീവിത പ്രശ്നം, സാമ്പത്തിക ജീവിതം, ഇതൊന്നും അല്ല പ്രശ്നം. ആരോഗ്യ പ്രശ്നം, എന്നാൽ ഇതൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഇതൊന്നും നിങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല വാസ്തവത്തിൽ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുകയില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വപ്നത്തിൽ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ ലൗകിക ജീവിത പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്റെ ചോദ്യത്തിന്റെ ഉത്തരം തരട്ടെ. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വയ്ക്കുക, ഉണ്ടോ ഇല്ലേ എന്നുള്ള പോട്ടെ, ഉണ്ടെന്ന് വയ്ക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഉണ്ട്. അലട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് പറ്റി? നിങ്ങൾ ഒരു ബോധാവസ്ഥയിൽ നിന്നും മറ്റൊരു ബോധാവസ്ഥയിലേക്ക്, ഇന്നത്തെ മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മാറി. ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക്. ആണോ? വാസ്തവത്തിൽ അത് ബോധ മനസ്സല്ലേ. അത് ഈ ബോധ മനസ്സ് പറഞ്ഞ് ശീലിച്ചു പോയി. അതിനെ പറയേണ്ട മനസ്സ് അത് നമ്മുടെ സ്വാർത്ഥ മനസ്സാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ ബോധ മനസ്സാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ബോധ മനസ്സിന് ഇനിയും വ്യാപ്തിയുണ്ട്. എന്നല്ലേ നമ്മൾ കണ്ടു അല്ലേ? ഇനിയും എത്ര ഓർമ്മകൾ എടുത്താലും നിറയാത്തതാണ് ഏത് ബോധ മനസ്സ്. അതിനിയും വ്യാപ്തിയുണ്ട്. ഉണ്ടോ? അപ്പൊ അത് പരിമിതമായ ഒന്നിൽ കുരുങ്ങി നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ശ്രദ്ധയെ അനുഷ്ഠാനങ്ങളിലേക്ക് തിരിച്ചുവിട്ട് അതിലൊരു രസവും അതിലൊരു ലയവും വന്നാൽ, ഇപ്പൊ നിങ്ങൾ വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെന്നെ കണ്ണനെ കണ്ടു എന്നൊക്കെ പാടുമ്പോൾ അല്പം അതിലൊരു അലിവും ഒരു രസവും വന്നാൽ ആ സമയത്ത് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഓർക്കുവോ? പറയൂ. ഇല്ല. അപ്പം ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ച് അതിൽ തന്നെ മുഴുകാൻ കഴിഞ്ഞാൽ ലൗകിക പ്രശ്നങ്ങൾ അലട്ടാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ? അതിനുത്തരം നന്നാവേ. പറ്റുമോ? പറ്റില്ല. പറ്റും. അപ്പൊ ഏത് പ്രശ്നങ്ങളും ഓരോരുത്തരെ അലട്ടുന്നതിന് കാരണം ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല, അവരുടെ ശ്രദ്ധ അതിൽ തന്നെ. ഇതിന് പറയുക വേട്ടാള മനസ്സെന്നാണ്. എന്താണ്? ഏത് മനസ്സ്? വേട്ടാള. കാട്ടാള സ്വഭാവം നമുക്കുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇതിന് പറയാ വേട്ടാള മനസ്സ്. എന്താ ഈ വേട്ടാള മനസ്സെന്ന് പറഞ്ഞാല്? മനസ്സിലാവോ നിങ്ങൾക്ക്? വേട്ടാളൻ എന്നൊരു ജീവിയുണ്ട്. അത്
ഈ ചുമരിലും മറ്റുമൊക്കെ മണ്ണുമുണ്ട്. പ്രത്യേകിച്ച് ജനവാതിലിന്റെ ഏതെങ്കിലും ഭാഗത്ത്, കട്ടിലിന്റെ അടിയിൽ, കട്ടിലയുടെ ഏതെങ്കിലും പുറകുവശത്തൊക്കെ മണ്ണുകൊണ്ട് ചെറിയൊരു കൂടുണ്ടാക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണാതെ അല്ലേ? ഉണ്ടോ? ഇതില് വേട്ടാളൻ എന്നൊരു സാധനം, കടന്നലുമല്ല തേനീച്ചയല്ലാത്തൊരു വർഗ്ഗമാണ്. ഏത്? വേട്ടാളൻ. വലിയ ഉപദ്രവമൊന്നുമില്ല, കണ്ടാ പേടിപ്പിക്കുന്നു മാത്രം. ചില ആളുകളുടെ സ്വഭാവം പോലെയാണത്. കണ്ടാ പേടിപ്പിക്കുന്നുള്ളൂ, അല്ലാതെ ഉള്ളു പൊള്ളയാണ്. ഈ വേട്ടാളന് കുഞ്ഞുങ്ങളുണ്ടാവില്ല. എത്ര എനിക്കറിയില്ല, ഞാൻ അധികം പഠിച്ചിട്ടില്ല. വേട്ടാളന് കുട്ടികളുണ്ടാവില്ല. അത് ഏതെങ്കിലും പുഴുവിന്റെ അല്ലെങ്കിൽ പാറ്റയുടെ കുഞ്ഞിനെ മോഷ്ടിച്ചു കൊണ്ടുവരും. ഈ കുട്ടികളെ മോഷ്ടിക്കുന്ന ഒരു ജീവിയാണ് അത്ര ഈ വേട്ടാളൻ. എന്നിട്ട് ആ പുഴുവിനെ അത് കൂട്ടിലിടും. അതിനു വേണ്ടിയിട്ടാണ് ആ കൂടുണ്ടാക്കുന്നത്. എന്നിട്ട് കൂടുണ്ടാക്കുമ്പോൾ ഈ പാവം ഉള്ളിലുള്ള പുഴു മമ്മി എനിക്ക് മമ്മിയെ കാണണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകണം. മനസ്സിലായില്ലേ? അതിന്റെ കുടുംബം മിസ് ചെയ്യണം. ഈ പാവം പുഴു പുറത്ത് കടക്കാൻ നേരത്ത് ഈ വേട്ടാളൻ ഇങ്ങനെ അതിന്റെ കൊമ്പിങ്ങനെ ഇളക്കി പുറത്തു വരുന്നത് ഒരു കുത്തു കൊടുക്കും. പാവം വേദനിച്ച് ഉള്ളിലേക്ക് വലിയും. അങ്ങനെ ആ വേട്ടാളനെ കണ്ട് ഈ പുഴു ഒരു വേട്ടാളനായി മാറും. ആരായി മാറും? ഈ പുഴു അങ്ങനെയാണ് ഈ പുഴു ആരാവുന്നത്? അതിന് കുഞ്ഞുങ്ങളില്ലെങ്കിലും അതിന്റെ സ്വഭാവത്തിൽ ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് വേട്ടാളന്റെ ജീവിതം എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ കൂട്ടിൽ കാണുന്ന ആ പുഴു കുറെ കഴിഞ്ഞാൽ ആരായി മാറും? ഒരു വേട്ടാളനായി പുറത്തു വരും. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് നിങ്ങൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും ഈ ജീവിതത്തിൽ പുറത്ത് കിടക്കാൻ പറ്റില്ല. കാരണം നിങ്ങളതായി മാറും, നിങ്ങൾ അതിലേക്ക് പോയി. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയാണ് ഡിപ്രഷൻ വരിക. എന്താണ്? കാരണം ചിന്തിച്ചു തന്നെ ആവർത്തിച്ച് അയവിറക്കി അതായിത്തീരും. ഗീത 17:3. ഇതൊക്കെ നല്ലവണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് ജീവിതം മാറ്റിയെടുക്കാം. ഗീത 17:3. അതുകൊണ്ട് നിർബന്ധമായി ഗീതാ പുസ്തകം വേണമെന്ന് പറയണം. കാരണം ജീവിതത്തെ ഇത്ര സ്പർശിച്ച ഒരു പുസ്തകം വേറെ ഇല്ല. ഭാഗവതമൊക്കെ അതിൻ്റെ ഒരു വ്യാഖ്യാനങ്ങളാണ്. നമ്മൾ സപ്താഹം നടത്തുമ്പോഴൊക്കെ പല ആചാര്യന്മാരത് മനസ്സിലാക്കില്ല. അവരാ ഭാഗവതം പറഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം വേണ്ട, ഒരു ബേസ് വേണ്ടേ. അപ്പം നിങ്ങൾ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊരു വീടിന്റെ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ്. ആണോ? ആ ഫൗണ്ടേഷൻ എത്ര ലോഡ് എടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സപ്പോസ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷന് എനിക്ക് 2 ഫ്ലോർ പണിയാനുള്ള ലോഡ് എടുക്കാനുള്ള ഇതേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ 3 ഫ്ലോർ അങ്ങോട്ട് കയറ്റിയാൽ, ഇടയ്ക്ക് നമ്മൾ പത്രത്തിൽ കേൾക്കാറില്ലേ, എല്ലാം കൂടി പൊളിഞ്ഞു വീണു എന്നൊക്കെ കേൾക്കുന്ന എന്താണ്? അതിന്റെ ഫൗണ്ടേഷന് താങ്ങാനുള്ളൊരു കഴിവില്ല. മനസ്സിലായില്ലേ? എന്നതുപോലെ ഇപ്പം അതിപ്പം വീടിന് കൺസ്ട്രക്ഷൻ ആയാലും ശരി, നിങ്ങളുടെ ബാത്റൂം ആയാലും ശരി, എവിടെയായാലും ഇപ്പം നിങ്ങൾ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ടൈൽസ് ഒക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് അവിടേക്ക് നടക്കുമ്പം മഴ പെയ്യുന്തോറും അവിടെ എന്ത് വരും? കുറച്ച് പൂപ്പല് കെട്ടും. പൂപ്പല് കിട്ടിയാൽ ഉറപ്പാണ് വഴുക്കൽ വരുന്നത്. നിങ്ങൾ സാധാരണ നടക്കുന്ന സ്പീഡിൽ അതിലൂടെ നടന്നാലോ പിന്നെ നിങ്ങൾ ആശുപത്രിയിൽ വെച്ച് കാണേണ്ടി വരും. കാരണം നിങ്ങളുടെ കാലിനെ അവിടെ ഉറപ്പിച്ചു നിർത്താൻ സാധ്യമല്ല. നമ്മുടെ കാലിന്റെ അടികൾ അങ്ങനെയാണ്. ആണോ? നേരെ മറിച്ച് ഒരു പശുവോ അങ്ങനെയുള്ളതാണെങ്കിൽ, മൃഗങ്ങളാണെങ്കിൽ അതിനങ്ങനെ വഴുക്കൽ, കാരണം അതിന് ഗ്രിപ്പ് കൂടുതലാണ്. നമുക്കോ നമ്മുടെ കാലിന് ഗ്രിപ്പ് വളരെ കുറവാണ്. അത് തെന്നി വീഴാൻ സാധ്യതകൾ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. അപ്പൊ എന്നതുപോലെ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ എല്ലാം ജീവിതം താളം തെറ്റി. അപ്പൊ എന്താണ് അതിന്റെ ഒരു ഫൗണ്ടേഷൻ? നമുക്ക് ആ ശ്ലോകം നോക്കാം. എന്താണ്? ശ്രദ്ധാമയോയം പുരുഷ, അല്ലെ? ശ്രദ്ധാഭവതി ഭാരത. അതിന്റെ അടുത്ത വരി എന്താണ്? അതന്നെ ഞാൻ പറഞ്ഞുള്ളൂ, വേറെന്താ പറഞ്ഞത്? ശ്രദ്ധാമയോയം പുരുഷ യോ യസ് ശ്രദ്ധ സേവ. അത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. യോ യസ് ശ്രദ്ധ, അത് വളരെ പ്രധാനമാണ്. യോ ആർക്കാണോ, ഏതിലാണോ, ആര് ഏതിലാണോ, അതാണ് യോ.
യോ മീൻസ് ഹൂഎവർ, യാ മീൻസ് വിച്ചെവർ. ആരാണോ ഏതിലാണോ. ശ്രദ്ധ, ആര് ഏതിലാണോ ശ്രദ്ധ വയ്ക്കുന്നത് അത് ഭവതി, അത് സംഭവിക്കും ജീവിതത്തിൽ. യോയശ്രദ്ധ സ ഏവ, അത് തന്നെ സംഭവിക്കും. അപ്പൊ പലരുടെയും ജീവിതം നന്നാവാത്തതിന് കാരണം എന്തായിരിക്കാം? അവർ ഈ ജീവിത പ്രശ്നങ്ങളെ തന്നെ ചിന്തിച്ചാൽ അത് തന്നെ സംഭവിക്കും. അപ്പൊ നന്നാവണം എന്ന് വെറുതെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നന്നാവണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? നിങ്ങളുടെ ശ്രദ്ധയെ അനുഷ്ഠാനത്തിലേക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ നന്നായി. പ്രോബ്ലത്തെ ചിന്തിച്ച് പ്രോബ്ലത്തിലിരുന്ന് ഒരിക്കലും നമുക്ക് ഒരു കാര്യവും നന്നാക്കിയെടുക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, കേരളം മാത്രം ചിന്തിച്ചാൽ ഒരു സ്വാതന്ത്ര്യം കിട്ടി 10-75 വർഷം കഴിഞ്ഞു. ഇവിടെ മാറി 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 ഭരിച്ച സർക്കാർ നിങ്ങൾ നോക്കൂ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ എത്താനുള്ള റോഡ് പോലും ഇപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരാണ് നമുക്കുള്ളത്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ അവസ്ഥ. അപ്പൊ ഈ 75 കൊല്ലം കൊണ്ട് ഒരു ചെറിയ സംസ്ഥാനത്തെ പോലും ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തവരാണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നത്. ആദ്യം സ്വന്തം നാട് നന്നാക്കാൻ പറ്റിയിട്ടില്ലേ അവർക്ക്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞേ, ഇത്രയും റിസോഴ്സ് ഉള്ള ഒരു രാജ്യം, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടുത്തെ സ്പൈസ് ഉള്ളി അവിടെ ഉണ്ടോ? ഇവിടെ തേയിലുണ്ട്, ഏലം, ഇഞ്ചി, അത് ഇത് ഉണ്ടോ ഇല്ലയോ? ഇവിടെ കുരുമുളകുണ്ട്, മഞ്ഞളുണ്ട്, ഉണ്ടോ? ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതുപോലെ മത്സ്യസമ്പത്ത് എത്രയാ നമുക്ക്, കടല് ആണോ? റബ്ബറുണ്ട്, നമുക്ക് കൃഷി, നെല്ലുണ്ട്, തെങ്ങുണ്ട്, ഉണ്ടോ? ഇത്രയും വിഭവങ്ങളുള്ള നമ്മൾ കള്ള് വിറ്റിട്ട് വേണം സംസ്ഥാനം റൺ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തെറ്റല്ലല്ലോ പറയുന്നത്. ഇത് നമ്മുടെ അധപ്പതനമാണോ? ഇത് നമ്മുടെ പുരോഗതിയാണോ? പറയും നിങ്ങൾ. ഇത് നമ്മുടെ അധപ്പതനമാണോ പുരോഗതിയാണോ? ആരാ ഈ അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? ആരാ ഇങ്ങനെ എത്തിച്ചത്? കേന്ദ്ര ഗവൺമെന്റ് ആണോ? ഇവിടെ ഭരിച്ചവരാണോ? പറയൂ. ഇവിടെ ഭരിച്ചവർ. അപ്പം അങ്ങനെ വിഷൻ ഇല്ലാതെ എപ്പോഴും കുറ്റവും പറഞ്ഞ് ജീവിച്ച് ഈ നാട് അധപ്പതിപ്പിച്ചു. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇത് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ മാറ്റണം. അത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിലേക്ക് ശ്രദ്ധ വരണം. അത് വരില്ല. കുറ്റങ്ങൾ പറയാൻ മാത്രം ജന്മം എടുത്തുപോയി അവര്. ഇതുപോലെയാണ് നമ്മുടെ വ്യക്തികളും. നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളും പോരായ്മകളും കുറവും പ്രശ്നങ്ങളും ചിന്തിച്ചാൽ ഈ ജന്മം ആ കുഴിയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധ്യല്ല. കാരണം ശ്രദ്ധ ഏതിലാണോ അതിൽ തന്നെ ജീവിതം. യോയശ്രദ്ധ സേവ ജീവിതം. അപ്പം ചിലര് നന്നാവാത്തതിന്റെ കാരണം എന്താണ്? നന്നാവാത്തതിന്റെ കാരണം എന്താണ്? അവരവരുടെ ശ്രദ്ധ വെച്ചിരിക്കുന്നത്, അയവിറക്കുന്നത് അവരുടെ ജീവിത പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇല്ലായ്മകളോ കുറവുകളോ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ ആയിരിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതൊന്ന് പുറത്തു കടക്കാൻ എന്താ വഴി? നിരന്തരമായ അനുഷ്ഠാനം. അതാണ് വേണ്ടത്. രാവിലെ എണീറ്റ് നിങ്ങളൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലൂ. വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾ ലളിതാ സഹസ്രനാമം ചൊല്ലൂ. ഒരധ്യായെങ്കിലും ഗീത വായിച്ചു നോക്കൂ. പഠിക്കൂ. അങ്ങനെ മെനക്കെടു, പണിയെടുക്കൂ. അപ്പം നിങ്ങളുടെ ശ്രദ്ധ ക്രമേണ മാറാൻ തുടങ്ങും. ഒരു 108 പ്രാവശ്യം നിങ്ങളുടെ ഉപാസന മന്ത്രം ചൊല്ലൂ. ഇതൊക്കെ ഒരു ശീലമാക്കി നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ശ്രദ്ധ നല്ലതിലേക്ക് തിരിയുമ്പോൾ ആ ശ്രദ്ധയ്ക്കനുസരിച്ച് നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ പെട്ടെന്ന് വരില്ല. കാരണം നിങ്ങളുടെ ഒരു എനർജി സൈക്കിൾ മാറണം. ഇപ്പൊ നമുക്ക് കാലവർഷം നമുക്കറിയാം, ഋതുക്കളുണ്ട്, ഉണ്ടോ? ഇനിയിപ്പോ ഈ കാലവർഷം മാറി നമുക്കിനി ഒരു ഋതു മാറി വരണം. വേണോ? ഇപ്പോഴാണ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും തണുപ്പിലേക്ക് നമ്മൾ പോകും. ആണോ? പണ്ട് കാലമൊക്കെ അങ്ങനെ ഇരുന്നില്ലേ? ആണോ? ഇപ്പൊ നമുക്ക് മൺസൂൺ വരുന്നു, അത് കഴിഞ്ഞാൽ ഇപ്പം തുലാവർഷം വരും, അത് കഴിഞ്ഞാൽ നമ്മൾ വിന്ററിലേക്ക് കടന്നു, അത് കഴിഞ്ഞാൽ സമ്മറിലേക്ക് കടന്നു. ആണോ അല്ലയോ? ഇതുപോലെ ഒരു എനർജി മാറണം. ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മളിൽ ഉണ്ടെങ്കിൽ
കുറെ കാലത്തെ ഉപാസന കൊണ്ട് അത് മാറും. കൃഷ്ണൻ പറയുന്നു കാലേന ആത്മനി വിന്ദതി. ഗീത 4:30. കാലേന ആത്മനി വിന്ദതി നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത്സ്വയം തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. അപ്പം നിങ്ങൾ എത്ര ഈ അറിവോടുകൂടി അനുഷ്ഠാനം കൊണ്ടു നടക്കുന്നുണ്ടോ, ഈ അറിവിൽ നിങ്ങൾ ജീവിതം കൊണ്ട് നടക്കുന്നുണ്ടോ, കാലേന കാലം കൊണ്ട് ആത്മനി വിന്ദതി, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും നിങ്ങളെ അലട്ടില്ല. നിങ്ങൾ അതിൽ നിന്നൊക്കെ മുക്തരായി മാറും. വേണോ വേണ്ടയോ? അത് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നതല്ല, അത് പരിശീലിച്ച് കിട്ടുന്ന. ഈ വാക്ക് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞോളൂ. എങ്ങനെ കിട്ടുന്നതല്ല? പ്രാർത്ഥിച്ചു കിട്ടുന്നതല്ല. അവർക്ക് പറയൂ, പരിശീലിച്ചു കിട്ടുന്നു. കാരണം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പ്രശ്നങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്തതാണ്. കാരണം എന്ത് ശ്രദ്ധ വെക്കുന്നോ അത് തന്നെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പറയാറില്ലേ, പാമ്പ് കടിയേറ്റവന് അല്ല ഇടിവെട്ടേറ്റവന് പാമ്പ് കടിച്ചിരിക്കും. ഒരു ദുരിതത്തിന്റെ പിന്നിൽ മറ്റൊരു ദുരിതം വരും. കാരണം നിങ്ങൾ ശ്രദ്ധ അതിലാ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറണമെങ്കിൽ അതിനെ ജീവിതത്തെ അനുഷ്ഠാനത്തിലൂടെ കൊണ്ടുപോകണം. ഇപ്രകാരം നമ്മൾ അങ്ങനെ ശീലിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും? ഒരു ജന്മത്തിൽ നിന്നും മറ്റൊരു ജന്മത്തിലേക്ക് നമ്മൾ ഹയർ ലെവലിലേക്ക് എത്തും. മനസ്സിലായില്ലേ?